മാനവാധികാർ സേന മീഡിയയിലേക്ക് സ്വാഗതം. ഭിന്നശേഷിക്കാരുടെ ജോലി തട്ടിയെടുത്ത് വൻ മാഫിയ സംഘം കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിൽ വിലസുന്നു. കണ്ണടച്ച് അധികാരവർഗം. വ്യാജ ഭിന്നശേഷി മാഫിയ സമൂഹത്തെ കാർന്നു തിന്നുന്ന വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണെന്നും ഈ ഗുരുതരമായ വിഷയത്തിൽ അധികാരികൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്നും പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെട്ടു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർഹരായ ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന വ്യാജന്മാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഈ അനീതിക്കെതിരെ ഭരണകൂടം പുലർത്തുന്ന മൗനം പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നൂറുകണക്കിന് വ്യാജ ഭിന്നശേഷിക്കാരാണ് ഇതുപോലെ ഭിന്നശേഷിക്കാർക്ക് അർഹമായ നിരവധി സർക്കാർ ജോലികൾ തട്ടിയെടുത്തിരിക്കുന്നതെന്നും എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ജോലി ലക്ഷ്യമാക്കിയുണ്ടാക്കിയ ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് പിന്നീട് PSC വഴി ഗവൺമെന്റ് സർവീസിലെ എല്ലാ പ്രധാന തസ്തികകളും തട്ടിയെടുക്കുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നുവെന്ന് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഭാരവാഹികൾ ധർണയിൽ ആരോപിച്ചു. ഇത്തരം വ്യാജ ഭിന്നശേഷിക്കാരെയും അതിന് നേതൃത്വം നൽകുന്ന മാഫിയ സംഘത്തെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് KJ വർഗീസ് പ്രഖ്യാപിച്ചു. സാമൂഹിക പ്രവർത്തകൻ KM ഷമീർ പയ്യോളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KFB സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. KFB സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KM അബ്ദുൽ ഹക്കീം സംഘടനാ വിശദീകരണം നടത്തി. ശ്രീ ബിൻസിൻ ഏക്കാട്ടൂർ മാസ്റ്റർ വിഷയാവതരണം നടത്തി. KFB സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അലി പുല്ലാര മുഖ്യപ്രഭാഷണം നടത്തി. സിറ്റിസൺസ് ഫോറം ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ് കുറ്റ്യാടിയിൽ നിന്നും ശ്രീ മൊയ്തു കണ്ണങ്കോടൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് നാരായണൻ, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് ഭാരവാഹികളായ ശ്രീമതി മുംതാസ്, ബിനു വണ്ടൂർ, സലീം കട്ടിപ്പാറ, നാട്ടൊരുമ പോരാട്ടവേദി ഭാരവാഹികളായ അഷ്റഫ് KE പുറവൂർ, സഹീർ ചിങ്ങത്ത്, സാമൂഹിക പ്രവർത്തകൻ അബ്ദുൽ അസീസ് നമ്പ്രത്തുകര തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നാട് എത്ര പിന്നോക്കം പോയിരിക്കുന്നു എന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് സവിശേഷമായ ഒരു റിക്രൂട്ട്മെന്റ് ബോഡിയായി, അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ബോഡിയായി മാറിയിരിക്കുന്നു. അത് ഇനിയും വളരാനാണ് സാധ്യത. ആ വളർച്ച തടയാനാണ് ഇനി ഒരു കാരണവശാലും അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ബോഡി നമ്മളെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകരുത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കുക, എയ്ഡഡ് സ്കൂളിൽ ജോലി വരുന്നു. അങ്ങനെ ജോലിക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് സംവരണം ഉണ്ടാകുന്നു. ആ സംവരണം നേടാൻ യഥാർത്ഥത്തിൽ അർഹരായവർക്ക് മാത്രമാണ് അർഹത. പക്ഷേ കാഴ്ചയുള്ളവർ അത് നേടിയെടുക്കുന്നു. അങ്ങനെ നേടിയെടുക്കുന്നതിന് വലിയ കൈക്കൂലി നൽകുന്നു. എന്നാലും അവർക്ക് ലാഭമാണ്. 40-45 ലക്ഷം രൂപ കൊടുത്താലേ ഒരു അധ്യാപകന്റെ ജോലി കിട്ടും. ഇവിടെ 5 ലക്ഷമോ 10 ലക്ഷമോ മുടക്കിയാൽ അത് കിട്ടും. മാനേജ്മെന്റിന് സന്തോഷമാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ ഏബിൾഡ് ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. എങ്ങനെ അവർക്ക് മാഫിയക്കെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. വേറെ ഏതൊരു തട്ടിപ്പും അതിന്റെ എല്ലാം വ്യാപ്തിയെക്കാളും എത്രയോ അതിദയനീയമായ, അതിക്രൂരമായ, നീചമായ ഒരു തട്ടിപ്പാണ് ഈ നാട്ടിൽ അരങ്ങേറുന്നത്. എന്നിട്ട് ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം, ഇവിടുത്തെ പോലീസ് സംവിധാനം, ഇവിടുത്തെ വിജിലൻസ് സംവിധാനം നാളിതുവരെ ഇതിന് ഒരു നടപടിയും സ്വീകരിക്കാനോ ഒരു കുറ്റക്കാരനെ പോലും നടപടി സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ മാഫിയ നിങ്ങളുടെ മുന്നിൽ എന്തോ കാര്യമായിട്ട് സമ്മാനമായി നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. നിങ്ങൾ അവർ സ്വാധീനിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരുടെ അടിമകളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ യഥാർത്ഥ ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യം പറ്റി ഒരുത്തന് പോലും ഈ നാട്ടിൽ ജീവിക്കാൻ ഞങ്ങൾ അവസരം ഒരുക്കില്ല. ഒരുത്തന് പോലും ഈ നാട്ടിൽ അന്തസ്സായി ഇറങ്ങി നടക്കാൻ നമ്മൾ അവസരം കൊടുക്കില്ല. ഒരുത്തന് പോലും സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാതെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മൂഢചിന്തയാണ്, മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കണം, നമ്മളെല്ലാം വലിയ സങ്കടത്തോടെ കണ്ട ചില തട്ടിപ്പുകളുണ്ട്. കിഡ്നി തട്ടിപ്പൊക്കെ, അവയവ തട്ടിപ്പ് സംഘങ്ങളെ പറ്റിയില്ലേ? ജോസഫ് എന്നൊരു സിനിമ, മലയാളത്തിലെ ഏറ്റവും ഹിറ്റായ ഒരു സിനിമയാണ് അവയവ തട്ടിപ്പ് സംഘത്തെ പറ്റി.
അതിലും വലിയ തട്ടിപ്പാണ് ഈ ഭിന്നശേഷിക്കാരുടെ പേരില് കുറ്റ്യാടി കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് പ്രാപ്തിയില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ, മനസാക്ഷിയില്ലെങ്കിൽ രാജ്യത്ത് പുറത്തു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇലക്ഷനാണ് വരുന്നത്. ഈ ഭിന്നശേഷിക്കാരെ ചൂഷണം ചെയ്ത് ഇവരുടെ കണ്ണുനീര് കാണാതെ ഇവരെ എരിവിലേക്ക്, ഇതുപോലെ സമരത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഈ ഭരണകൂടം പോവുകയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ എന്ന സ്വപ്നം അത് അവിടെ മാറ്റിവെച്ചേക്ക്. ഇവിടെ ജനാധിപത്യ ബോധമുള്ള, പൗരാവകാശ ബോധമുള്ള, മനുഷ്യാവകാശമുള്ള ഒരു സർക്കാരിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്. ചടങ്ങിൽ സംഘടനാ വിശദീകരണം നടത്തിയ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രിയപ്പെട്ട ഹക്കീം മാഷ്, വിഷയാവതരണം നടത്തിയ നാട്ടുരുമ പൗരാവകാശ സമിതിയുടെ നേതാവും പ്രശസ്ത സാമൂഹിക പ്രവർത്തകനുമായ ബിൻസിൻ മുഹമ്മദ് മാഷ്, ഇവിടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി സുനിൽ മാഷ്, വൈസ് പ്രസിഡന്റ് മണിമാഷ്, നമ്മുടെ മൊയ്തു മാഷ്, അബ്ദുൽ അസീസ് നപ്രത്തുകര സാർ, അതുപോലെ തന്നെ നമ്മുടെ സജീർ മുന്താസ് മാഡം, അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് ഫോറത്തിന്റെയും ടീച്ചേഴ്സ് ഫോറത്തിന്റെയും अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें, सब्सक्राइब करें। ऐसे ही लेटेस्ट खबर पाने के लिए हमारे चैनल का बेल आइकन दबाना ना भूलें। अगर आप हमें फेसबुक, ट्विटर, इंस्टा के माध्यम से देख रहे हैं तो फॉलो, कमेंट करना ना भूलें। धन्यवाद।